ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. 4 to 5 days ഒന്നും എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. കുറേയൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ വീക്കെൻഡൊക്കെ അല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഒബ്സർവേഷൻ കാര്യങ്ങളിലായിരുന്നു. ലുലു മാളിൽ ഒബ്സർവേഷൻ അങ്ങനെയൊക്കെ. അതിന് നമ്മുടെ നാട്ടിലെ പഴഞ്ചന ആളുകളൊക്കെ ബ്ലഡി ഗ്രാമോസീസ് ഒക്കെ എന്ത് പറയും, വായി നോട്ടമെന്ന് പറയും. ഒന്നുമല്ല, ഒബ്സർവേഷൻ. മനുഷ്യനല്ലേ പുള്ളേ. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി, നിങ്ങൾ നല്ല രീതിക്ക് ക്ഷമ എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരാളാണിത്. ഒന്നല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള സ്വഭാവം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള ഓവറോൾ പ്രവർത്തികൾ നിങ്ങൾ നല്ല രീതിക്ക് ക്ഷമ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ഷമയുടെ അങ്ങേയറ്റം കാണുക, അല്ലെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയൂലേ, ആ പലക വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. സ്വഭാവമായിരിക്കാം, പ്രവർത്തികളായിരിക്കാം, വാക്കുകളായിരിക്കാം. കാരണം ഈ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, ഇറക്കാനും പറ്റുന്നില്ല, തുപ്പാനും പറ്റുന്നില്ല. കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത ഒരു അവസ്ഥ, അതൊക്കെ ഈ വ്യക്തി സക്സസ്ഫുള്ളി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ വെയിറ്റിംഗ് എനർജി, കാത്തിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇതിൽ കൂടി. അതായത് എന്താ പറയാ, ഈ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് മാറും, നാളെ മാറും, അങ്ങനെയുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള വരവിന് വേണ്ടിയിട്ടായിരിക്കാം, സംസാരത്തിന് വേണ്ടിയിട്ടായിരിക്കാം, പഴയ പോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. എന്തൊക്കെയോ ഈ വ്യക്തിക്ക് വേണ്ടി പല കാര്യങ്ങളും വെയിറ്റ് ചെയ്യുന്ന എനർജിയും അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നതിനേക്കാൾ അതിലും നല്ല മികവോടുകൂടി ഈ വ്യക്തി നിങ്ങളെ പല കാര്യങ്ങളും ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താ പറയാ, ഒരു സ്വന്തമായിട്ടുള്ള പരിപാടികൾ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നതിൽ നല്ല പ്രാവീണ്യം നേടിയ ആളാണ് നിങ്ങളുടെ മച്ചമ്പി. സ്വന്തം ഇമോഷൻസ്, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തമായിട്ടുള്ള പ്രവൃത്തികൾ, അതൊക്കെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ഒരു എന്താ പറയാ, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി പല കാര്യങ്ങളും മറന്നു പോകുന്ന, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി എന്താ പറയാ, പല കാര്യങ്ങളും വിട്ടുകളയുന്ന, പല കാര്യങ്ങളും, അത് ചിലപ്പോൾ ഒരു ജീവിതമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ആയിരിക്കാം. കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കില്ലേ, ഈ കണ്ണടച്ചിരുട്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പലതും വിട്ടുകളയുന്ന, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കിയിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന എന്തൊക്കെയോ പ്രവൃത്തികൾ നിങ്ങളുടെ ആളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ആരാണ് എന്താണെന്ന്. പക്ഷെ എന്നാലും ഒരു ഓട്ടോമാറ്റിക് മെഷീൻ പോലെ
പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റു പല ജീവിതങ്ങളെയും മറ്റു പല കാര്യങ്ങളെയും ഒരു ഫാമിലീനെ വരെ ബാധിക്കുന്ന രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടർന്നു കയറൂലേ, അതുപോലെ പല കാര്യങ്ങളിലോട്ടും അത് പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരിത് മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ആള്. കാരണം ഇതിപ്പോ നിങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനോ പരിപാടികൾ സംസാരിക്കാനോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംസാരത്തിന് പോലും ഒരു ചെവി ഇദ്ദേഹം അല്ലെങ്കിൽ ഈ വ്യക്തി കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. കാരണം നിങ്ങളുടെ വ്യക്തി പറയുന്നതാണ് പോയിന്റ്, നിങ്ങളുടെ വ്യക്തി പറയുന്നതാണ് കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തി എന്താണോ ചെയ്യുന്നത് അതാണ് നല്ലത്, നിങ്ങളുടെ വ്യക്തിയുടെ റൂട്ടാണ് ശരിയായിട്ടുള്ള റൂട്ട് എന്നുള്ള കാര്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അതിൽ കൂടിയിട്ട് ബുദ്ധിമുട്ട്, വിഷമം, കാര്യങ്ങൾ സ്വന്തമായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നു, സ്വന്തമായിട്ട് വലിച്ചെടുക്കുന്നു, സ്വന്തമായിട്ട് അതിൽ കൂടി ഉറക്കം നഷ്ടപ്പെടുത്തുന്നു. പക്ഷെ അതിന് കാരണക്കാരാണെന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. ഇവിടെ അത് കാണിക്കുന്നുണ്ട്. കാരണം ഇവര് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും. ഇവര് സഹായിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇവര് ആർക്കൊക്കെയാണ് സഹായം കൊടുക്കുന്നത്, ആർക്കൊക്കെയാണ് ഇവര് പരിപാലിക്കുന്നത്, അതെല്ലാം ഇവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇവര് തെറ്റ് പറ്റില്ല, ഇവർക്ക് തെറ്റുകൾ ഒന്നും പറ്റില്ല. അർഹതപ്പെട്ട കൈകളിലോട്ടേ പലതും കൊടുക്കുകയുള്ളൂ, അർഹതപ്പെട്ടവരെ ഇവര് കൂടെ ചേർക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രസ്താവനകളാണ് നിങ്ങളുടെ മച്ചമ്പി അടിച്ചിറക്കുന്നത്. അതാണ് ഇവിടെ എനർജി കാണിക്കുന്നത്. കാരണം ഈ അങ്ങനെയുള്ള ഒരു ഈ സ്വയം ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ തിരുത്താതെ അത് വലിയ വലിയ കാര്യങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ച് അതൊരുപാട് ബുദ്ധിമുട്ടും വിഷമവും നിങ്ങളുടെ ആള് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിനോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് തിരുത്തിയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ ഉള്ള ഒരു കുഴപ്പം. ഇവിടെ ചില നല്ല വ്യക്തികളെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബ ബന്ധത്തിനെ വരെ നിയമപരമായിട്ടുള്ള തുലാസിൽ നിർത്തേണ്ട കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നുണ്ടല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ. കാരണം ഇവിടെ നമുക്ക് ഈ ഉറക്കം ശരിക്കും ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ ഉറക്കം നടിക്കുന്നവരെ വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതാ ഉറക്കം നടിക്കുന്ന ആള് തന്നെ വിചാരിക്കണം എഴുന്നേക്കണോ വേണ്ടേ. മനസ്സിലായോ? അതാണ് അതിലുള്ള പ്രശ്നം. ഇവിടെ അതാ കാണിക്കുന്നത്. എന്തൊക്കെ ലൈഫിൽ നിങ്ങളുടെ ആളുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും, എന്തൊക്കെ പരിപാടികൾ നടന്നാലും നിങ്ങളുടെ ആൾക്ക് നല്ല രീതിയിൽ നടക്കുക, നിങ്ങളുടെ ആൾക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോവുക, സ്വന്തം അതിപ്പോൾ ഡ്രസ്സിങ് ആയിക്കോട്ടെ, സ്വന്തമായിട്ടുള്ള പല കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ നല്ല രീതിക്ക് കൊണ്ടുപോവുക, അവനവൻ്റെ സെൽഫായിട്ടുള്ള ഹാപ്പിനെസ്സിനൊക്കെ കുറച്ചും കൂടി മുൻതൂക്കം കൊടുക്കുക. മറ്റുള്ളവർ ഇവർ ആരെയൊക്കെയാണോ സ്നേഹിക്കുന്നത് അവർക്കൊക്കെ എത്രത്തോളം സഹായങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റുമോ അവർക്കും അത് കൊടുക്കുക. അങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നില്ല, അല്ലാത്തവർക്ക് എന്താ പറയാ അളവില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്നേഹമായിരിക്കാം, ധനമായിരിക്കാം, അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്.
നിങ്ങളുടെ ആൾക്ക് എന്താ പറയാ, സംസാരിച്ച് ഒരു സംസാരത്തിലൂടെ പലതും മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. സംസാരം കൊണ്ട് പല കാര്യങ്ങളും വീഴ്ത്താനോ അല്ലെങ്കിൽ പല കാര്യങ്ങളും മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. അതിവിടെ കാണിക്കുന്നുണ്ട്. മെൽട്ടാക്കാൻ അറിയാം. എത്ര അഗ്നിയായിട്ടിരിക്കുന്ന ആളെയും മെൽട്ടാക്കി എടുക്കാൻ, എങ്ങനെ മെൽട്ടാക്കണം, എത്ര ഇതായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എത്ര എന്താ പറയാ, ഒരു ഈ ഉരുകാത്ത മഞ്ഞിനെ എങ്ങനെ ഉരുക്കിയെടുക്കാം, മെൽട്ടാക്കിയെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ആൾക്ക് നല്ല രീതിക്ക് വശമുണ്ട്. അതിലാണ് നിങ്ങളും എന്താ പറയാ വീണുപോയത്. നിങ്ങൾ ഈ ആള് അല്ലെങ്കിൽ ഈ വ്യക്തിനെ കുറിച്ച് വിചാരിച്ചത് നിങ്ങളോട് ആദ്യമേ എങ്ങനെയാണോ സംസാരിച്ചത്, ആദ്യമേ എങ്ങനെയാണോ ജീവിച്ചത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് ടൈം വരെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെ, പ്രതീക്ഷയല്ല, അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കൂടി അറിയില്ലായിരുന്നു ഈ വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു, ഈ വ്യക്തിയെ എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ഈ വ്യക്തിയുടെ ഒരു നോ കോണ്ടാക്ട് വന്നപ്പോഴോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള ഡിസ്റ്റൻസ് വന്നപ്പോഴാണ് നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങൾക്ക് പോലും അളക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വ്യക്തിനെ സ്നേഹിക്കുന്നുണ്ട്, ഈ വ്യക്തിയുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, ഈ വ്യക്തി പഴയ പോലെ എൻ്റെ അടുത്താകണം, അങ്ങനെയൊക്കെയുള്ള ഒരു രീതി നിങ്ങൾ തന്നെ ചിന്തിച്ചത്. പിന്നെ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളെ മനസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മനസ്സ് കാണാതെ പോയി. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ കാണുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കും കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഇന്നതുപോലെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നുള്ളത്, എനിക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ഓൺ ആകണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രവൃത്തികൾ ഇങ്ങനെയാണ്, അപ്പം ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ പഠിപ്പിക്കാൻ നോക്കും. പക്ഷേ സായിപ്പിനെ കാണുമ്പോൾ കബാത്ത് മറക്കും. അതാണ് കബാത്ത് മറക്കുന്നതാണ് പ്രശ്നം. ഇതാണ് നിങ്ങളുടെ ആൾക്ക് തന്നെ അറിയാം. നിങ്ങളുടേതായിട്ടുള്ള A to Z കാര്യങ്ങൾ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ആയിരിക്കാം, നിങ്ങൾക്ക് ആരൊക്കെ നിങ്ങൾക്ക് സഹായിക്കാനുണ്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നായിരിക്കാം, നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്നായിരിക്കാം, എല്ലാം നിങ്ങളുടെ ഈ വ്യക്തിക്ക് അറിയാം. എവിടം വരെ പോയാൽ എവിടം വരെ പോകും എന്ന് വരെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കുറച്ചും കൂടി 10 മടങ്ങ് ചിന്തിച്ച് അളന്ന് ഈ MRI സ്കാൻ വരെ തോറ്റുപോകുന്ന രീതിയിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് ഈ നിങ്ങളുടെ മച്ചമ്പി കുറിച്ച് വെച്ചിട്ടുണ്ട്. അതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ, ഇവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം, ഒരു സഹായങ്ങൾ, സ്നേഹം, അളവില്ലാത്ത സ്നേഹങ്ങൾ, പരിപാടികളെല്ലാം കൊടുത്തിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും തിരിച്ചു കിട്ടുന്നില്ല? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇവര് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റു പല ആളുകളെയും നിങ്ങളുടെ ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് ഒരുപാട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ വ്യക്തിനായിട്ട് തല്ലുപിടിച്ചിട്ടുണ്ട്, പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ആലോചനയുടെ അങ്ങേയറ്റം നിങ്ങൾ പോയിട്ടുമുണ്ട്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഈ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡാർക്ക്നെസ്, ഒരു ബ്ലാങ്ക്, നിങ്ങൾക്ക് മാത്രമാണല്ലോ റിലേഷൻഷിപ്പ് വൈസ് പ്രശ്നങ്ങളുള്ളത്, മറ്റുള്ളവർക്ക് ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് കൂട്ടും. അതാണ് ഇവിടെ. ഇത് മൊത്തത്തിൽ ആണിത് ബാധിച്ചിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനായിട്ടൊരു ഫാമിലി ഹിസ്റ്ററി
ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലീനെ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മനസ്സറിഞ്ഞ് ഉള്ളൊരു സ്നേഹം കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർത്താനായിട്ട് നോക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എന്താ പറയാ, നിങ്ങൾ പോലും അറിയാത്തൊരു ടൈമിൽ അകൽച്ച കാണിക്കാൻ തുടങ്ങി. ഇപ്പോഴും അകൽച്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിനെ പറഞ്ഞ് തിരുത്തുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ്. പറഞ്ഞ് തിരുത്തുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആള് തന്നെ വിചാരിക്കണം, നിങ്ങളുടെ വ്യക്തി തന്നെ വിചാരിക്കണം. നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി തിരുത്തപ്പെടും. പക്ഷെ മറ്റുള്ളവര് പറഞ്ഞു തിരുത്തുക എന്ന് പറയുമ്പോൾ അത് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിലുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ഒട്ടും ഡിസേർവ് അല്ലാത്ത ആളുകളുടെ എൻട്രൻസ് കൊണ്ടിട്ടോ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും, ധനത്തിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് അതൊന്നുമല്ല. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് സമാധാനം ഇല്ലാത്തത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്, നിങ്ങളുടെ വ്യക്തിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വഴക്കുണ്ടാവുന്നതൊക്കെ യഥാർത്ഥ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ചേറിട്ടിരിക്കുന്നു. അതൊന്നുമല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടിട്ടാണെന്ന് വരുത്തി തീർക്കുന്നു. പക്ഷെ ഇവരിപ്പോഴും ചിന്തിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് സമാധാനം ഇപ്പോഴും വേണം, സന്തോഷം വേണം, ഇവർക്ക് നല്ല നല്ല കാര്യങ്ങൾ വേണം. അല്ലാതെ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ ആര് വിളിച്ചു പറയുന്നു അവര് നെഗറ്റീവായിട്ട് നിങ്ങളുടെ വ്യക്തി കണക്കാക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, ഈ നല്ലത് പറഞ്ഞ് പിണങ്ങുന്നതിനേക്കാളും നല്ലത് ചീത്ത പറഞ്ഞ് ഇണങ്ങുന്നതാണ്. അങ്ങനെയുള്ള ആളുകളോടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇത്തിരി കമ്പം. പക്ഷെ അത് എവിടെ പോയി എത്തും എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ ആൾക്കില്ല. ഇതില് പ്രായമുള്ള ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ആൾക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കാവൂ, നല്ല നല്ല കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ വരണം, നല്ല ആഷ്പോഷായിട്ടൊക്കെ നടക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ കാര്യങ്ങൾ, പുതിയ ഡ്രസ്സായിക്കോട്ടെ, പുതിയ സാമ്പത്തികമായിക്കോട്ടെ, സമാധാനം, സന്തോഷം, പുതിയ സുഹൃത്തുക്കള്, എന്തും ഒരു പുതിയ കാര്യങ്ങളിലോട്ട് ഇത്തിരി ഒന്ന് ചായ്വുണ്ട്. എല്ലാം നല്ല രീതിക്ക് നടക്കണം, അങ്ങനെയൊക്കെയുള്ള രീതിയിലിരിക്കുന്ന ആളാണ് നിങ്ങളുടെ മച്ചമ്പി. ഇതിപ്പോ ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്തായിരിക്കാം, നിങ്ങളുടെ വ്യക്തി വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി. അങ്ങനെയൊക്കെയുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അന്യ സ്റ്റേറ്റ് അല്ലെങ്കിൽ വേറെ ഒരു രാജ്യം, അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളവരെ പ്രണയിക്കുന്നവരും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. അന്യ രാജ്യത്തുള്ളവരെ അല്ലെങ്കിൽ അന്യ സംസ്ഥാനം, ഭാഷയൊക്കെ കടന്നു പോയി, അതാണ് അതിൻ്റെ അർത്ഥം. ഭാഷയും രാജ്യമൊക്കെ വിട്ടുപോയി. അപ്പൊ അത് നോക്കിയും കണ്ടും എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. കാരണം അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു നല്ല ഒരു ഫ്ലവർ വിടർന്നിരിക്കുന്ന പോലെ, ഒരു കാണാൻ നമ്മളിങ്ങനെ ഒരു പൂന്തോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാണാൻ ഒരു നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു പൂവ് വിടർന്ന് നിന്ന് എങ്ങനെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ബട്ടർഫ്ലൈസ് പറന്നു പോയിട്ടുണ്ടെങ്കിൽ, കാണാൻ നല്ല ഭംഗിയുള്ള 2 ബട്ടർഫ്ലൈസ് പറന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതുപോലെ ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാലുള്ളൊരു കാര്യം. അതറിയാവുന്നത് കൊണ്ടായിരിക്കാം പല ആളുകളും ഇതിൽ കയറി നിരങ്ങി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ.
അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.